ജപ്പാൻ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഫിനിക്സ് ചിറകടി ഉയർന്നു. കനൽ വഴിയിൽ ക്യാനറിപ്പട കണ്ട സ്വപ്നങ്ങൾക്ക് മുകളിൽ ഒരു മതിൽ കെട്ടാൻ ഏഷ്യൻ പോരാട്ടം അത് മതിയായില്ല. അത്ഭുതങ്ങളിൽ ജപ്പാൻ പണിതുയർത്തിയ മോഹക്കോട്ടയും തകർത്ത് ബ്രസീൽ സാമ്പാതാളം അങ്ങനെ അലയടിച്ചു. ഹോസ്റ്റൺ സ്റ്റേഡിയം മഞ്ഞ പുതച്ചൊരു കടൽ പോലെ അവരെ വരവേൽക്കാൻ കാത്തിരുന്നു. നീണ്ട 24 വർഷങ്ങൾ. അതാ ജനതയിൽ നിറച്ച നിരാശയുടെ ശാപമോക്ഷം തേടി ബ്രസീൽ മൈതാനത്ത്. അവരുടെ സുൽത്താൻ പടനയിക്കുന്നതും കാത്തിരുന്നവർക്ക് നിരാശയെങ്കിൽ അയാൾക്കായി ആ മോഹക്കപ്പിലേക്കുള്ള വഴിയിൽ അവരിറങ്ങി. ജപ്പാനാണ് ഏത് കരുത്തരെയും തകർക്കാൻ കെൽപ്പുള്ള ഏഷ്യൻ പോരാളികൾ. ക്യാനറികൾക്കായി ആ മൈതാനത്ത് ആരവങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ 29-ാം മിനിറ്റിൽ ബ്രസീലിന്റെ ഇടനെഞ്ചു തകർത്തൊരു മിന്നൽ പിണര്. വിഖ്യാത പ്രതിരോധ കോട്ടയും കടന്ന് ജപ്പാൻ മുന്നിൽ. വീണ്ടും ഒരു അട്ടിമറിയുടെ അപകടം കൺമുന്നിൽ കണ്ടു. അപ്രതീക്ഷിത ഗോളിൽ താളം തെറ്റിയ ബ്രസീൽ സംഘത്തിനു പക്ഷേ ജപ്പാൻ പേമാരിയും കടന്നേ മതിയാകൂ. ശൈലി മാറ്റി പ്രതിരോധത്തിലേക്ക് വലിഞ്ഞ ജപ്പാൻ എണ്ണം പറഞ്ഞ എത്രയോ പ്രകമ്പനങ്ങൾ നിർവീര്യമാക്കി. ഗോളിലേക്കുള്ള ക്യാനറികളുടെ ശ്രമങ്ങൾ അത്രയും ജപ്പാൻ തരിപ്പണമാക്കി. ഇടയ്ക്ക് ഗോളെന്നുറച്ച പലതും നിർഭാഗ്യമെന്നോണം ബ്രസീലിന് മുകളിൽ ഇരുണ്ട കാലം നിറഞ്ഞു. പ്രതിരോധ ദൗത്യം നിറവേറ്റാനിറങ്ങിയ കാസ്മിറോയിലൂടെ ഒരു വെളിച്ചം പരക്കണമെന്നതും നിമിത്തമായിരിക്കണം. 56-ാം മിനിറ്റിൽ സൂപ്പർ ഹെഡറിൽ പിറന്നൊരു ജീവശ്വാസത്തിന്റെ 1-ാം ഗോൾ. പലവരു വീണുപോയവർ ഇവിടെ ഇന്ന് പോരാട്ടത്തിന്റെ അനശ്വരമായൊരു കാൽപന്തിനഴക് തീർത്തു. ഗ്യാലറിയിലെയും ലോകത്തിന്റെ കോണുകളിലെയുമുള്ള മഞ്ഞപ്പടയെ നെഞ്ചേറ്റിയ മനുഷ്യർ ആർത്തലച്ചു. അതെ, ഇവിടെ ഇന്ന് വീഴാൻ മനസ്സില്ല. പിന്നെ അങ്ങോട്ടെല്ലാം ജപ്പാൻ ഗോൾ മുഖത്ത് ക്യാനറികൾ അങ്ങ് നിറഞ്ഞാടി. പ്രതിരോധം ഭേദിച്ച ആഞ്ചലോട്ടിയുടെ സംഘം ഇരച്ചെത്തി. മത്സരം അവസാനിക്കാൻ മിനിറ്റുകളുടെ ദൂരം മാത്രം. ജപ്പാന്റെ മോഹങ്ങളെ തല്ലിക്കെടുത്തി വീണ്ടും ഒരു ബ്രസീൽ കൊടുങ്കാറ്റ്. ആ പ്രതിരോധ പിഴവിന് ജപ്പാൻ നൽകേണ്ടി വന്നത് അവരുടെ പതിറ്റാണ്ടുകളുടെ സ്വപ്നങ്ങളാണ്. സമ്മർദ്ദത്തിന്റെ മുഖങ്ങളിൽ ആശ്വാസത്തിന്റെ പുഞ്ചിരി തെളിഞ്ഞു. ജപ്പാനിൽ അത്ഭുതം പിറക്കുന്നതും കാത്തിരുന്നവരെ. ഈ അമേരിക്കൻ മണ്ണിലെ ആ വിശ്വകിരീടം അതങ്ങനെ നഷ്ടങ്ങളായി അസ്തമിക്കില്ല. കാരണം ഒരിക്കൽ പൂർവികരിൽ കണ്ട സ്വപ്നയാത്രയിൽ ഇരുൾ വീണ 2 പതിറ്റാണ്ടുകൾ കടന്നു. മോഹക്കപ്പിൽ സുൽത്താന്റെ കരസ്പർശമേൽക്കണം. കനകപ്രഭയിലെ ആ മോഹമുത്ത് തേടി അവരുടെ ജൈത്രയാത്ര തുടരുകയാണ്. മഞ്ഞപ്പടയിൽ വിശ്വാസമർപ്പിച്ചവർക്കൊപ്പം കോടിക്കണക്കിന് മനുഷ്യരും കാത്തിരിക്കുകയാണ്.